ഇപ്പൊ ഞങ്ങളൊന്ന് യാത്രയിലാട്ടോ. നമ്മളെ അച്ഛനും അമ്മേനെയും കാണാൻ പോവാണ്. നമ്മള് ഡോക്ടറെ അടുത്തേക്ക് വന്നിരുന്നു ഷിജിനെ കാണിക്കാന്. നല്ല പണി കിട്ടി. ആഴ്ചയിൽ 2 തെറാപ്പി. ഷിജി പറഞ്ഞ 20,000 വണ്ടിക്കൂലി 20 മുകളിലാവും. 2 ദിവസം കേട്ടോ. നല്ല പണിയാ കിട്ടി. വിചാരിച്ചെന്ന് കാരണം കാലേന മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഉറപ്പ് ചെയ്യുന്നു എന്തെങ്കിലും നല്ലത് കിട്ടുന്ന. നല്ല പണിയാ കിട്ടി രാവിലെ തന്നെ. ആ കാലുവേദന പറയണ്ടില്ലേന്നേ. എന്നിട്ട് ഇപ്പൊ എന്നോട് കാലുവേദന പറയണ്ടില്ലേ? കാലല്ല മുട്ടിന്റെ വേറെ സൂക്കടുണ്ട് ഇപ്പൊ. എന്തായാലും നല്ല കാര്യമായി. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് പോന്നു. ഇന്നിപ്പോ തെറാപ്പി ചെയ്യാൻ പറഞ്ഞതാണ്, പക്ഷെ ചെയ്തില്ല. നമ്മള് കരുതിയില്ലല്ലോ. കരുതിയില്ലല്ലോ. ടെസ്റ്റ് പറഞ്ഞിരുന്നു ചെയ്ത് നോക്കാന്ന്. പക്ഷെ അത് തലക്കാ പറഞ്ഞത്. അപ്പൊ തലക്ക് വലിയ കുഴപ്പമില്ല. തലവേദന മരുന്നിന് നല്ല പൈസ. അതാണ് ഉണ്ടായത്. സാധാ മാതിരിയല്ല, അതിന്റെ ഡബിൾ 4 ഇരട്ടിയായി. അതാണ് ശ്രദ്ധിച്ചില്ല. ഉണ്ടെങ്കി അങ്ങനെ നമ്മളറിയില്ലല്ലോ. അപ്പൊ അടുത്ത ആഴ്ച തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്പറൊക്കെ ആയിട്ട് പോന്നിട്ടുണ്ട്. ഇപ്പൊ അടുത്ത പോക്കിന് നമ്മള് വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ പോകാൻ ഒരുങ്ങിയിട്ട്. അപ്പൊ അതടക്കട്ടെ. അപ്പൊ നമ്മളിന്ന് നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ വീട്ടിലേക്കാ പോണത്. സർപ്രൈസ് ആയിട്ട് പോവുകയാണ്, പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട നമുക്ക് നമ്മള് സ്നേഹിക്കണമെന്ന് എല്ലാരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ പറയാം, ആരാന്ന് പറയില്ല കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ പൊളിച്ച്. അപ്പൊ ഞങ്ങള് ഇവിടെ പറഞ്ഞിട്ടില്ല വരുന്നത്. ഇന്ന് ഡോക്ടറെ കാണിക്കുന്ന കാര്യവും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്. പക്ഷെ നമുക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് വീട് കിട്ടണില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ എങ്ങോട്ടേലും ഒന്ന് തിരിയട്ടെ. എന്നിട്ട് അടച്ചിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മള് വാസേട്ടന്റെ വീട്ടിൽ വന്നു കേട്ടോ. വന്നിട്ട് മണിക്കൂറുകളായേ. വന്ന് നമ്മള് വർത്താനം പറയുന്നു, ചായ കുടിച്ചു. വാസേട്ടാ, മക്കള് മരക്കള് കുട്ടികളെല്ലാരും ഉണ്ട്. ഇതല്ലട്ടോ, ഇത് വാസേന്റെ വീടല്ല. ഇത് ഇവര് 100 വർഷം പഴക്കമുള്ള 2 ബൈക്ക് അതിന്റെ ഉള്ളിലുണ്ട്. അത് ഇപ്പൊ കാണാനായിട്ടില്ല. ഇവിടെ കാണാന് പറഞ്ഞാല് ഒരുപാട് കാഴ്ചകളുണ്ട്. കുറെ ആൾക്കാർക്ക് അറിയണ്ടാവും. മുന്നേ നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതില് കാഴ്ചക്ക് എന്താ പറയില്ലാത്ത ഒരു ശേഖരം നമ്മളിഞ്ഞും വരുമല്ലോ അല്ലേ. ഇവിടെ ചെടികൾ വെച്ചാലല്ലേ വെറൈറ്റി ഒന്നും നമ്മൾ കാണാത്ത ഓരോ സംഭവങ്ങൾ. പ്ലാസ്റ്റിക് ആണെന്നൊക്കെ നോക്കിയപ്പോ കണ്ടാല് ഇതേ ഇത് വാസേട്ടാ 5 വർഷമായിട്ടാണ് അത് ഇങ്ങനെയത്. ഇത് വെറൈറ്റി ആണ്. ഇല്ലാത്തല്ല കേട്ടോ ഇവിടെ. പിന്നെ ഇതൊക്കെ മെയിൻ പ്രത്യേകത വെള്ളം നനയ്ക്കാൻ പുറത്തുനിന്ന് വെള്ളം കൊടുത്തിട്ട് വെള്ളമല്ല. ആ വെള്ളം കൊണ്ട് തന്നെ എന്തെല്ലാം ചെയ്യണ കിളികൾ. അതല്ല, ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള ചെടിയാട്ടോ. പക്ഷെ ഇതിപ്പോ എന്താ വെച്ചാല് എങ്ങനെ ഉണ്ടാക്കിയത് എനിക്ക് അറിയില്ല. അതിപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യണം. കുറ്റിയിൽ വെച്ചിട്ടുള്ള ചെടിയാണ്. അതിങ്ങനെ എങ്ങനെ വെച്ച ഒരു ഐഡിയ അല്ല. അവിടെ മേലെ കയറി വെക്കണം. പാത്തിന് മണ്ണ് വെച്ചിട്ട് അതിന് വെച്ചതാ. എന്നിട്ട് പുറത്തേക്ക് വരും. വാസേട്ടാ, ഇവിടെ ഏറ്റവും കൂടിയ പഴക്കമുള്ള എത്ര വർഷമുള്ള 200 വർഷം പഴക്കം കൂടിയ സാധനമുള്ള ഇവിടെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ വെറൈറ്റി ചെടി. ഇതൊക്കെ ഇവിടെ 40-ലെ 60-ലെ പിന്നെ വീട്ടിൽ കേറുമ്പോ തന്നെ ഒരു പുരാതന അത് മാതിരി എന്താ ഇവിടെ കണ്ടില്ലേ. അപ്പൊ ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും ഈ ചെടിയൊക്കെ. ഷിജന്റെ നിലത്തുണ്ട് കേട്ടോ. ആ നിലത്തുണ്ട്. നമ്മളെ കിണറ്റിലുണ്ടാവില്ലേ ഒരു പുല്ല്, നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ അച്ചടിച്ചെടുക്കൂലേ വെള്ളപ്പൊടി. അതിന്റെ വേറെ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു തരം ചെടിയാണ്. അത് നമ്മുടെ ഹാങ്ങിങ് കാട്ടിച്ചേക്ക്. ഇവിടൊക്കെ ഒരു ക്ലീൻ ആക്കി മുറ്റ. വലിയ മോന് ഭയങ്കര കേട്ടോ. മോന് ഓരോന്ന് കാട്ടിക്കണ. പിന്നെ ഇവിടെ അതാണ് വാസേന്റെ വീട് കേട്ടോ. ശരിക്കും കാണിച്ചു തരാം. വീട് കാണില്ല അല്ലേ. ഫസ്റ്റ് തന്നെ നമുക്ക് കാളവണ്ടി വന്ന് പോവാ. കാളവണ്ടി കാളന്റെ തല ഇവിടെ അവിടെ തലച്ചോക്കാം. ഇവിടെ തലച്ചാലേ ഉണ്ടോ. ഇതൊക്കെ കാഴ്ച നോക്കി. ഇത് മുന്നേ വന്നപ്പോഴും നമ്മൾ കണ്ടിരുന്നു. ഒരു പ്രത്യേക ഒരു വൈബാട്ടോ. കിളികളുണ്ട്, എല്ലാ ജീവജാലങ്ങളും. പിന്നെ സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഇത് ഊരാൻ പറ്റണേ. കണ്ടിട്ടുണ്ടോ വെള്ളം നിറഞ്ഞ് കേടുന്നതാണ്. ഇതിങ്ങനെ എവിടുന്ന കൊണ്ടുവന്ന ചേട്ടാ? അട്ടപ്പാടിന്ന് കൊടുന്നാണ്. 2 കൊടുന്ന മഴ കൊണ്ട് നിന്ന് കേടുന്നു. വീട് ഒരു പെര ഉണ്ടാക്കണം എന്ന് പറയും.
ഇനി നമുക്ക് വേറെ സ്ഥലം കാണിച്ചു തരാം ഫസ്റ്റ്. ഇവിടെയൊക്കെ അടിച്ചു വാരി ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി വാങ്ങിക്കൊടുത്താണ്. ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. അതല്ലേ, പക്ഷെ ഒരു ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് കേട്ടോ. പോക്കുവരവ് പറഞ്ഞിട്ട് അതിന്റെ ഫോട്ടോത്തിനടുത്ത് പോവേ. അതില് വാസേട്ടൻ നല്ലൊരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. വാസേട്ടൻ മാത്രല്ല മക്കളുണ്ട്. അപ്പൊ ഒരു മോനാണ് ഇതിന്റെ ഭയങ്കര ഇതല്ലേ. രണ്ടാളും സൂപ്പറാണ്. രണ്ടാളും ഉണ്ട് കേട്ടോ. അപ്പൊ ഒരാളിപ്പോ പോയിണ്ട് ജോലി സ്ഥലത്ത്, ഒരാൾ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഒരു ദിവസം ചെയ്യാം. ഇതിലാണ് സ്റ്റുഡിയോയില് മക്കളുണ്ട് വാസേട്ടന്. സ്റ്റുഡിയോ എവിടെ ഇട്ടങ്ങൾ പറഞ്ഞ പെരുന്തലാണല്ലേ? പെരുന്തലാണ് സ്റ്റുഡിയോ ഉണ്ട് പോലിക്ക് പുതിയത്. അതിന്റെ പേര് പറഞ്ഞിട്ടേ വിവാ വെഡിങ്. വിവാ വെഡിങ്. നമ്മളെ ദിവസം വീഡിയോ ചെയ്ത പോണ എന്താ ചേട്ടാ കാണാത്ത ചെടികളാട്ടോ ഇതാക്കണേ. ഇതിലെന്തൊക്കെ പാമ്പുക്കളൊന്ന് വെള്ളം കുടിക്കും, ചേരകൾ കുടിക്കും. പാമ്പ് ചേരൊക്കെ വരും. ഒരിക്കാഴ്ച ഒരുക്കിയതാണ് ഈ വെള്ളം. ഇവിടെ മീനുണ്ട്. ഇതിൽ നല്ല നല്ല വലിയ വലിയ മീനൊക്കെ കൊണ്ടിട്ടേന്നല്ലോ കേട്ടോ. അതൊക്കെ പാമ്പ് വന്നിട്ട് എടുത്തുകൊണ്ട് പോകുകയാണ്. പക്ഷെ പാമ്പിനെ കൊണ്ട് ആർക്കും ഒരു ശല്യമല്ല. വെള്ളം കുടിക്കുക, ആള് പോകും, അതിലുകൊണ്ട് പോകുന്നു. അങ്ങനെ ഉച്ച സമയത്ത് ഉണ്ടാവുന്നത്. അത് തണുപ്പല്ലേ ഇവിടെ. പിന്നെ ഇതിൽ ചുറ്റുഭാഗമൊക്കെ നോക്കി ഒരു പോസിറ്റീവ് ആയിട്ട് ഇവിടെ വരുമ്പോ കേറുന്ന സ്ഥലം അവിടെ. പക്ഷെ നമ്മൾ അവിടെ കാണിച്ചില്ല. അവിടെ അല്ലേ ഇവിടെ വണ്ടി ഇവിടെയൊക്കെ പോയാലേ മ്യൂസിയത്തിലൊക്കെ പോയ ഒരു ഫീലാണ് ഇവിടെ വന്നാല്. ഒരു മ്യൂസിയം തന്നെയാണ്. പാമ്പുകളുണ്ടോ കേട്ടോ. അതിന് പാമ്പുണ്ടോക്കാന് ഇതെന്താ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടോ. വലിയ മോനെ അല്ലേ, ഇതൊക്കെ ഉണ്ടാക്കലാണ്. ഇതല്ല ഇതോ ചെടീന്റെ ചട്ടി ഉണ്ടാക്കണാണ്. ഇതൊക്കെ സിമെന്റ് മുക്കിയാണിതാ. ഇവിടെ വന്ന നമുക്ക് കാണാണ്ട്. അതൊക്കെ ഉണ്ടാക്കണാണ്. അതൊക്കെ നമുക്ക് ചെയ്യാം. കുറെ ഐഡിയകൾ പറഞ്ഞു കാണിച്ചാ. പൂവ് വാസേട്ടാ ഏത് ഒരു 10-20 ദിവസം വീഡിയോ എടുക്കേണ്ടി വരും ഇവിടുത്തെ പൂവ് കാണിക്കാൻ. കണ്ടാ പ്ലാസ്റ്റിക് കേട്ടോ. കണ്ടാലേ പ്ലാസ്റ്റിക്കിന്റെ അല്ലേ സാധനം അല്ലെങ്കിലും അല്ലേ പെട്ടെന്ന് പ്ലാസ്റ്റിക് നോക്കാം. ഇത് നമ്മളെ വീട്ടിലല്ലേ, നോക്ക് നമ്മളെ വീട്ടിലുള്ള സാധനം ഇതൊക്കെ ഇത്ര ഇങ്ങനെയുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയാണ്. നോക്ക ഇതൊക്കെ വെറൈറ്റി. ഇത് സിമെന്റോട് ഉണ്ടാക്കിയാണ്. പിന്നെ ഇങ്ങനത്തെ മാസം മാറി ചെടികളൊന്നും ഇപ്പൊ എവിടെയും കാണാനില്ല. ഇവിടേക്ക് മാസം മാറി എന്നിട്ടത് നമ്മളിത് കുളത്തേക്കുള്ള മാസം മാറി മാസത്തിൽ ഇത് ഓരോ മാറ്റം വരും. ഇതിന് ആ കളർ ഇങ്ങോട്ട് മാറും, ഈ കളർ അങ്ങോട്ട് മാറും. അതൊക്കെയാണ്. പക്ഷെ അത് നമ്മുടെ അടുത്തുണ്ട്. കുളത്തേക്ക് ചെല്ലണത് വരെ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാണ് ഇവിടെ. ഇതൊക്കെ സിമെന്റോട് ചെയ്താണ്. ഇതുണ്ടോ ഈ ചെടീന്റെ ഒരു ഭംഗിയൊക്കെ. ഇത് വാർത്താര ഇതാണ് ഞാൻ പറഞ്ഞത്. കിണറ്റിലുണ്ടെന്ന് ആ പുല്ലില്ലേ നമ്മളെ കിണറ്റിലൊക്കെ ഉണ്ടെന്ന്. അതാണ് പാമ്പുകൾ ഉണ്ടോ കേട്ടോ. വേറെ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് കൊണ്ടുവന്നതാട്ടോ. വെള്ളാരം കല്ലൊരു നേക്കാട്ടോ. നമ്മള് വെറുതെ തട്ടി കളിച്ചിടക്കണം വെള്ളാരം. ഇതൊക്കെ ഇതിന്റെ ടാങ്കാണ്. കിണറല്ല, ടാങ്ക് ഉണ്ടാക്കി വെച്ചാ. ഇതിന്റെ നടുവിലൊക്കെ ബുദ്ധനല്ലേ ഒരാളുണ്ട്. നടുവിലൊരു കല്ലിന്റെ ഒരു പ്രതിമ. പിന്നെ മീന് ഇവിടെ ഇവിടെ കടന്നുറങ്ങാൻ തോന്നുന്നു. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ട്, പക്ഷെ നമുക്ക് വെക്കേണ്ട രീതി അറിയില്ല. എന്താട്ടോ മുന്നിൽ കേറുന്ന ഭാഗം അവിടെയാണ്. ഇതൊക്കെ 5000-1000 ഒന്നിച്ച് വാങ്ങണതാട്ടോ. പിന്നെ എവിടെ പുരാതന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കും. ഞാൻ കാണിച്ചു തരാം. എന്താണോ ഉണ്ടാവോ നോക്കി ഇതെന്താ പോകോട വാസേട്ടാ? പോകോട അത് പണ്ടത്തെ വലിയ മനക്കിലൊക്കെ ഉണ്ടാവണം. നമ്മളെ അങ്ങനത്തെ വാങ്ങിക്കാനുള്ള കഴിവൊക്കെ ഇല്ലല്ലോ പണ്ട്. മനക്കിലുണ്ടാവും. ആരെങ്കിലും വരുന്ന അറിയിക്കാനാണ് അത്. ഉണ്ടോ അവിടെ കാണാത്ത
തൂക്കുവിളക്ക് ഞങ്ങള് സ്വീപ്പാക്കില്ലെന്ന് 11 മണിക്ക് തീർക്കേണ്ട വർക്കാ. ഞങ്ങള് വർത്താനം പറഞ്ഞ കുടുങ്ങി. ഇതുവരെ പുതിയ വണ്ടി കേട്ടത്. എത്ര വർഷം പഴക്കണ്ട്? 1964 മോഡൽ വണ്ടിയാണ്. ഇത് കൊടുക്കാനുള്ളതാ? കൊടുക്കൂലേ? അതൊക്കെ അവിടുത്തെ വണ്ടി തന്നെ. ബുള്ളറ്റ് ഒക്കെ വണ്ടി തന്നെ. 62 കൊല്ലായി. ഇതെന്താ ചേട്ടാ? ബൾബ് പലത്. ഓഹോ, അടുക്കള തോന്നൂല. ഇത് അടുക്കള, പക്ഷെ അടുക്കള തോന്നൂല. വിജയ അടുക്കള ഭാഗമാണ് ഇവിടെ. ഉണ്ടാക്കിയല്ലേ? ചകിരിയാണ്. ചകിരിനെ ഒന്ന് പെയിന്റ് അടിച്ചതാണ്. അപ്പൊ കറുത്ത പെയിന്റ് അടിച്ചപ്പോ കടൽ കാക്ക. എന്താ ഐഡിയ അല്ലേ? വണ്ടികൾ കുറെ ചേട്ടന്റെ തലേന്ന് ഉദിച്ചതാണോ അല്ലേ? തന്നെ. ഇവിടെ ആദ്യം വന്നെനിക്ക് നമ്മൾ ക്യാമറ എടുത്തൊന്നല്ല, ആദ്യം ഇതൊക്കെ കണ്ടതാണല്ലേ. ക്യാമറയിൽ പകർത്തല രക്ഷയില്ല. അപ്പൊ ആൾക്കാർ കാണൂ. ഓരോ സ്ഥലത്ത് കൊണ്ടുവരണല്ലോ ചേട്ടാ അല്ലേ? പാറയിട്ട വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഇപ്പൊ പണി കഴിഞ്ഞതാ. ഇവിടുത്തെ ചില ആൾക്കാർക്ക് അവർക്ക് കൊണ്ടുനടക്കാൻ വയ്യാണ്ട് അവരാരില്ലേ കൊണ്ടുനടക്കാൻ വൈകി ആർക്കെങ്കിലും കൊടുക്കൂലേ? ഇവിടെ ഞങ്ങൾ നോക്കാൻ ആളില്ല ഇവിടെ. അപ്പോൾ ഈ കൊണ്ടേക്കോ സുബിയായിട്ട് സുബിക്ക് കൊടുക്കും. അപ്പോൾ പൈസ കൊടുത്താൽ ചിലപ്പോൾ പൈസ കൊടുക്കും, പൈസ വാങ്ങൂല. ഒരു വീഡിയോ കാണിക്കണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ പിടിക്കും. ഇവിടെ അടുക്കളയ്ക്കുള്ള വഴിയുണ്ടല്ലേ? കൊണ്ട ഇത് കാണിക്കാൻ 10 ദിവസം മതിയാവില്ല. കൈ വെക്കണ സാധനം കൈ വെക്കണ സാധനമാണ്. പണ്ടത്തെ കോളാമ്പി സെറ്റില്ലേ? അടുക്കള തന്നെ ഒരു കാട്ടിൽ ചെന്ന മാതിരി. തണുപ്പാണ് മൊത്തം. ഇവിടെ പാറയാണ് കേട്ടോ. അടുക്കളയിലൊക്കെ പാറ. അത്തിമരം നോക്കാം, ഇഷ്ടംപോലെ കായുണ്ട്. ഇത് പഴുക്കല്ലേ? ഇതൊക്കെ വണ്ടികളാട്ടോ. ക്ലീനിങ്, പെയിന്റിങ്, എൻജിൻ പണി എല്ലാതും ഉണ്ട്. എന്താ പത്തിക്കായ? എല്ലായിടത്തും ചിക്കു അതൊക്കെ അവിടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വെച്ചിട്ടില്ല അല്ലേ? ഉള്ളിൽ ഇനി പുരാതന കൊറേ കാണിച്ചു തരാം. അച്ഛടുണ്ടോ അവിടെ? ചെടി വറക്കിയ ചെടി വറക്കാണ്. കത്തി കൊണ്ട് പോയതിന്റെ അടുത്തുനിന്ന്. ഇതാണ് ഈ സുന്ദരിന്ന്. അത് പോയി മൂടും തിരിച്ചു. വേറെ പറഞ്ഞു കൊടുക്കാറാന്ന് രണ്ടാളും. അതിനൊക്കെ കുറവാണ്. ഏട്ടത്തി അനിയത്തിയാണ് ഇവിടെ. ചേച്ചി അനിയത്തിനെ കല്യാണം അയച്ചു കൊടുത്ത് ഇങ്ങോട്ടാണ്. അമ്മന്റെ ഏട്ടന്റെ മക്കളാണ്. നമ്മുടെ തങ്കമ്മേന്റെ, അതായത് വാസന്റെ ഭാര്യന്റെ ഏട്ടന്റെ മക്കള്. ഒരേട്ടന്റെ മോള് ഒരു മരുവളും ഒരേട്ടന്റെ മകള് വേറെ മരുവളാണ്. ചേച്ചി അനിയത്തിയാണ്. നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ കുട്ടികള് പറഞ്ഞാല് ഒരു കുട്ടി സ്കൂളിൽ പോയി കേട്ടോ. ഒരു കാപ്പന്റെ ചെറിയ കുട്ടികളാണ്. വീഡിയോയിലുണ്ട്. ഇപ്പൊ ഇന്ന് മടിയാ വരാന്. നമുക്ക് കാണാം. ഈ കുട്ടീന്റെ പിറന്നാള് വരുന്നുണ്ട്. ചെറിയ മോന്റെ രണ്ടാമത്തെ കുട്ടീന്റെ 1ാം പിറന്നാള് ആയി തുടങ്ങി. അടുത്ത മാസം 27, 28 അടുത്ത മാസം. അപ്പോൾ മാർച്ചില്. അപ്പൊ എല്ലാരും കാണാം കേട്ടോ. ഇവിടെ പിന്നെ നമ്മുടെ അടുത്തുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഹോസ്റ്റലിന്റെ ബാക്കിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഒക്കെ നമ്മളിപ്പോ നല്ലൊരു ഇതായിട്ടുണ്ട് കണ്ടിട്ട്, കഴിഞ്ഞ വരവിലൊക്കെ കണ്ടിട്ട്. അപ്പൊ എല്ലാരും കാണുന്നുണ്ട്. പക്ഷെ ഇന്നാരും കാണാൻ പറ്റില്ല. ഞങ്ങള് സമയം 11 മണിയായി. പോവാൻ തോന്നില്ല. കണ്ടില്ലേ? അതൊക്കെ ഇരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കും. പ്രത്യേക രസമാണ്. ഉള്ളിലൊന്നും കയറിയേക്കണം നമുക്ക്.
ഉള്ളു പിന്നെ കാണിക്കട്ടെ. ഉള്ളിൽ കയറിയാല് നമ്മളിപ്പോഴൊന്നും പുറത്തിറങ്ങൂല കേട്ടോ. എന്താ എന്റെ പേര് പറഞ്ഞോടുത്താ, പേര് പറഞ്ഞോടുത്താ നോക്ക്, പേരറിയാം മടിയായിക്കോട്ടെ. എന്താ വില അടിക്കാത്ത ഞങ്ങളുണ്ടായിട്ടാ ഫോണൊക്കെ എടുത്താൽ നല്ല ആക്റ്റീവായിട്ട് സ്കൂളിലൊക്കെ കഴിഞ്ഞ് ഫോട്ടോക്കെ ഇട്ട് വന്നതാ. പക്ഷെ ഇപ്പൊ എന്താ തിരിയില്ല. സുന്ദരിയാണ് അതൊക്കെ. കുഞ്ഞാവ എവിടെ പറഞ്ഞു കൊടുക്ക്. കുഞ്ഞാവേടെ കൊടുന്ന കുഞ്ഞാവേടെ എന്താ ഇറങ്ങണേ ഇവിടെ വിളിച്ചോണ്ടേ. ബാലവാടി പോണ്ടേ? നല്ലോണം വർത്താനം പറയണ്ടോ. ഹായ് പറയണേ. മാളുവിന്റെ മമ്മയ്ക്ക് ആണോ? എന്നാ പറഞ്ഞു പറയൂ. എന്തെല്ലാം വർത്തന പറയണ അറിയോ. ഇപ്പൊ പറയാൻ പറഞ്ഞപ്പോ ഒന്നും പറയണ്ട. സൂപ്പർ അടുക്കള വേറെന്തോ ലെവലാട്ടോ. എന്താ പോയിട്ട് എന്നാ വരിക വിരുന്ന് പോയിട്ട്? കൊറേ ദിവസം കണ്ടു വരുള്ളൂ. എന്താണ് കൊറേ ദിവസം കണ്ടു വരുള്ളൂ. കൊറേ ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഞങ്ങള് ബർത്ത്ഡേക്ക് വരൂടാ പിറന്നാളിന്. എന്തൊക്കെയാ പറയണേ? അച്ഛമ്മേനെയും കൊണ്ടുവരണം, അപ്പുവേട്ടനെയും കൊണ്ടുവരണം പറയാം. പറയ്. അപ്പേട്ടനെ കൊണ്ടേ അപ്പൂസേട്ടൻ പിന്നെ അച്ഛമ്മേനെയും കൊണ്ടുവരണം പറയണം. ആരെ പല്ലുണ്ടായത്? പല്ല് തന്നെ പോയതാ. പോലെ നമുക്ക് ഇപ്പൊ നാളെ കാണട്ടെ. അപ്പൊ വാസേട്ടൻ പോരുന്നുണ്ട് നമ്മളെ പെരുന്നാളിന് വരാം. പോവാൻ തോന്നില്ലല്ലോ ഇവിടുന്ന് ചേച്ചിക്ക്. എന്റെ ഇപ്പൊ ഊഞ്ഞാലാടാനായില്ലേ. അതെ, അമ്മയ്ക്കുള്ളൊരു ആഗ്രഹം എന്നല്ല ഊഞ്ഞാലാട്. ഞാൻ പറ്റ കഴിയാതെ നടക്കുമ്പോ ഇടയ്ക്ക് ഇതുമ്പോ കൊടുന്നൊക്കെയുണ്ടെങ്കിൽ ഒരാഗ്രഹമാണ് കേട്ടോ അതെ. എന്നിട്ട് ഊഞ്ഞാല് വെച്ചു. നമ്മൾ മുന്നേ വന്നപ്പോ ഇവിടെ ഊഞ്ഞാലുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു നല്ലൊരു ഭാഗം കറക്റ്റ് സ്പേസിലാ വെച്ച്. സമയണ്ടോ? ഒരാളെ കണ്ടില്ലല്ലോ. ഇതാട്ടോ ഇപ്പൊ വജ്ജാണ്. ഇപ്പൊ ഇല്ല, രാവിലെ പോയിട്ട്. സ്റ്റുഡിയോന്റെ പേര് മറന്നോ? വിവാ വെഡിങ് സ്റ്റോറി. ഏത് റോട്ടിലാ? പെരുന്തമണ്ണ അൽസലാമിന്റെ. അവളൊക്കെ കൊറേ കാട്ടിട്ടുണ്ട് അല്ലേ. അച്ഛൻ വന്നപ്പോ വേഗം ഓടിക്കേറിയതാ. അപ്പൊ നാളെ കാണാം. നാളെ കാണാട്ടോ. ഞങ്ങക്ക് ഇനി ഇവിടെ ഊഞ്ഞാലിലും കാളവണ്ടിയിലൊക്കെ ഒന്ന് കയറണം. ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്.